ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ടും ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു 1.5 കിലോയൊക്കെ കൂടി കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഒരു 2-3 ദിവസത്തേക്ക് അങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വെയിറ്റ് നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എസ്പെഷ്യലി സ്ത്രീകളുടെ കേസിൽ ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങളെ സ്ഥിരമായ വെയിറ്റ് നോക്കി ആ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതെന്ന് പറയുന്ന ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്. അതല്ലാതെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകത്തില്ല. ആ ഒരു വെയിറ്റ് അങ്ങനെ ഗെയിൻ ചെയ്ത് അങ്ങനെ പോകത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ടെമ്പററി ആയിട്ടൊരു വെയിറ്റ് ഗെയിൻ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. അതിന് കാരണം എന്താണെന്നറിയാതെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളും ഒക്കെ കൊണ്ടാണ് അങ്ങനത്തെ ചെറിയ വെയിറ്റ് ഗെയിനുകൾ, ടെമ്പററി വെയിറ്റ് ഗെയിനുകൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഈ സ്ത്രീകളുടെ കേസ് പറയുകയാണെങ്കിൽ പീരീഡ്സിനോട് അടുക്കുമ്പം അവർക്ക് ഉറപ്പായിട്ടും അങ്ങനൊരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അതായത് ഒരു പീരീഡ്സിന് ഒരു 5 to 7 days മുമ്പൊക്കെ നിങ്ങൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു നിങ്ങൾ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഒരു വെയിറ്റ് ഗെയിൻ പീരീഡ്സ് ആകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പൊക്കെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു 1.5 കിലോയൊക്കെ കൂടി കാണാം. എനിക്ക് എല്ലാ മാസവും അങ്ങനെ കൂടി കാണാറുണ്ട്. പീരീഡ്സിനൊരു ഒരു 5 to 7 days മുമ്പൊക്കെ എൻ്റെ വെയിറ്റ് കൂടി കാണാറുണ്ട്. അതിന് കാരണം നമ്മുടെ ശരീരത്തിലെ അതായത് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ആ ഒരു ടൈമിൽ കൂടി നിൽക്കും. ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ റിറ്റൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, ഇതിനെല്ലാം ഈ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിനെല്ലാം കാരണം ഈ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഈ പീരീഡ്സിന് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ആ സമയത്താണ് നമുക്ക് കൂടുതൽ സോൾട്ടി ആയിട്ടുള്ളതും ഷുഗറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കഴിക്കാനൊരു ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രൊജസ്റ്ററോൺ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള ക്രേവിങ്സും കാരണങ്ങളും, നമുക്ക് ചെറിയ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടാകും. നമ്മുടെ ഫേസൊക്കെ ഒന്ന് പഫി ആകും. അങ്ങനെയുള്ള ഒരു ചീർത്ത ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് എപ്പോഴും അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു ചീർത്ത ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് വെയിറ്റ് നോക്കി ഉറപ്പായിട്ടും ഒരു കിലോയൊക്കെ മിക്കവാറും കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. കാരണം ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വെയിറ്റിൽ നിന്നും കുറച്ച് കൂടുതലായിരിക്കും കാണിക്കുന്നത്. അതിങ്ങനെയുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പരിഹാരമൊന്നുമില്ല. എല്ലാ മാസവും അങ്ങനെ ഒരു ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ ഹോർമോൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതിപ്പം ഒരു പ്രത്യേകിച്ച് വലിയ പരിഹാരങ്ങളൊന്നുമില്ല. ഉള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുമ്പം ഈ സോൾട്ടിയും ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു വെയിറ്റ് ഗെയിനിലേക്ക് പോകും. നമുക്ക് ആ ഒരു ക്രേവിങ്സ് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് സോൾട്ടി ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്സ് ഒക്കെ നല്ലപോലെ ഉണ്ടാകും. ആ ഒരു ടൈമിൽ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കുക. ഇപ്പം നല്ല ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു വണ്ണം വെക്കാത്ത രീതിയിൽ ഉള്ള സംഭവങ്ങൾ, അതായത് വെയിറ്റ് ഗെയിനിലേക്ക് പോകാത്ത രീതിയിൽ നല്ലപോലെ ഷുഗർ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു പഴം കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗറി ഐറ്റംസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ടൈമിൽ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നടക്കാറില്ല, എന്നെ സംബന്ധിച്ചും ചില ടൈമിലൊന്നും നടക്കാറില്ല. എനിക്ക് നല്ലപോലെ ചോക്ലേറ്റ് ഒക്കെ, ഈ ഡയറി മിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്രേവ് ചെയ്യും ആ ഒരു ടൈമിൽ. ആ ഒരു പീരീഡ്സിനോടനുബന്ധിച്ച് ആ ഒരു സമയത്തൊക്കെ എനിക്ക് നല്ലപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ
കുറച്ചൊക്കെ നമുക്ക് മാനസികമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ ആ ഒരു ടൈം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതങ്ങ് എന്താ പറയുന്ന ആ ടൈമിൽ കഴിക്കുക. പിന്നെ അത് കഴിയുമ്പോഴത്തേനും അത് പിന്നെ കഴിക്കാതിരിക്കുക. പിന്നെ വീണ്ടും ബാക്ക് ടു റൂട്ടീനിലേക്ക് വരിക. അതൊക്കെ ചെയ്യാനുള്ളൂ. അങ്ങനെ ഒരു പീരീഡ്സിനോടനുബന്ധിച്ച് ഉറപ്പായിട്ടും ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അത് നമ്മുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം ശരീരത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അത് ഒരു പീരീഡ്സ് ആവുമ്പോഴത്തേനും അതങ്ങ് മാറുകയും ചെയ്യും. ആ ഒരു എന്താ പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ഒരു നോർമൽ ഒരു ഇതിലേക്ക് വരികയും ചെയ്യും. അതാണ് ഒരു കാര്യം. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വെയിറ്റ്ലെസ് ഡയറ്റും ഒക്കെ എടുക്കുമ്പം നിങ്ങൾ സോൾട്ടി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്കൊരു 2-3 ദിവസത്തേക്ക് ഒരു വെയിറ്റ് ഗെയിൻ ഫീൽ ചെയ്യും. വെള്ളം കെട്ടിക്കിടക്കുന്ന സോൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എന്താ പറയുന്നത് ആ ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ആ ഒരു കൂടുതൽ വെള്ളം ബോഡി സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സ്ട്രാ വാട്ടർ ബോഡി സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വെയിറ്റ് കൂടും. അതായത് ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഈ പിക്കിൾസ്, ചിപ്സ്, എയർ ഫ്രൈ ചെയ്തതാണെങ്കിലും ചിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ട് സോൾട്ടി ആയിട്ടുള്ള ഫുഡ് ചിലപ്പോൾ നിങ്ങൾ കഴിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഒരു പനീർ പറാട്ട ഇപ്പം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പിക്കിൾ, അത് ഡെയിലി ആവുമ്പോഴാണ് കുഴപ്പം. ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ പിക്കിൾ കഴിക്കുക, അല്ലെങ്കിൽ 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ സോൾട്ടി ആയിട്ടുള്ള സ്നാക്സ്, അതായത് എയർ ഫ്രൈ ചെയ്ത സ്നാക്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് സോൾട്ടി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എയർ ഫ്രയറും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം അതിങ്ങനെ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് കഴിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു എന്താ പറയുന്ന ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അത് നമ്മുടെ സാഹചര്യവും കൂടെ അനുസരിച്ചാണ്. നമ്മുടെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വന്നാൽ ചിലപ്പം ആ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. പീരീഡ്സും അല്ല, സ്ത്രീകളുടെ കേസിലാണെങ്കിൽ പീരീഡ്സും അല്ല, നിങ്ങൾ വേറെ ഡയറ്റൊന്നും വേറെ തരത്തിലുള്ള എന്താ പറയുന്നത് ഹെവി ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിച്ചിട്ടുമില്ല, ഡയറ്റിലൊരു വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല, ഷുഗർ അധികം കഴിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള സ്നാക്സ് ഇങ്ങനെ എയർ ഫ്രൈ ചെയ്താണെന്ന് പറഞ്ഞാലും അത് സോൾട്ടി ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്ന ഇങ്ങനത്തെ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് നിർത്തി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ശരിയാവുകയും ചെയ്യും. പിന്നെ സോൾട്ടി ആയിട്ടുള്ള ഫുഡിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണം ഈ സോസുകൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സോസുകൾ ഇപ്പം നിങ്ങൾ ഡെയിലി ടൊമാറ്റോ സോസോ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ടൊമാറ്റോ സോസ് ഞാൻ പറയുന്നത് അത്ര ഹെൽത്തി അത്രയെന്നല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ കഴിക്കാനാണെങ്കിൽ അതൊക്കെ വല്ലപ്പോഴും ഒക്കെ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ടൊമാറ്റോ സോസൊക്കെ ചേർന്ന ഒരു കാര്യം കഴിക്കാവുന്നല്ലാതെ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഇപ്പം എന്താ പറയുന്ന ഒരു റാപ്പ് ഉണ്ടാക്കുക, ഒരു ഹെൽത്തി റാപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ചിക്കൻ റാപ്പ് ഉണ്ടാക്കുക, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യലെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ തന്നെ ഒരു ഡിപ്പ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പം ഇഷ്ടം പോലുള്ള എഗ്ഗ് വെച്ചും എന്താ പറയുന്നത് പനീർ വെച്ചും ഒക്കെ ഉള്ള ഡിപ്പുകൾ ഇഷ്ടം പോലെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിപ്പുകൾ. അങ്ങനെയൊക്കെ ചെയ്യുക. അതല്ലാതെ ഈ ടൊമാറ്റോ സോസ് അധികം യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ടൊമാറ്റോ സോസും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആ സോസിനകത്തൊക്കെ ഭയങ്കര ഇതാണ്, നല്ല പോലെ അവർ സോൾട്ട് ഉപയോഗിക്കും ഈ ടൊമാറ്റോ സോസ് പോലുള്ള സംഭവത്തിനകത്തൊക്കെ. അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങളുടെ ബോഡി ആ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിനിലേക്ക് എത്തും. അപ്പം ഇത് ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ് ഈ സംഭവം. ഇത് 2-3 ദിവസം അത് നിർത്തി കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. ഈ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു 3 ദിവസത്തിലപ്പുറം ഒന്നും പോകത്തില്ല. അത് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറും. ഇപ്പോൾ എന്താ പറയുന്നത്
അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്ത് പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ നിങ്ങളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡയറ്റൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സോൾട്ടി ഫുഡുകൾ നിങ്ങൾ സ്ഥിരമായി എപ്പോഴെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ പതുക്കെ ഒരു വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ടൈമിലും നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ വെയിറ്റ് ഗെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പം വിഷമിച്ചിരിക്കേണ്ട, ഞാൻ ഡയറ്റ് മാത്രം ചെയ്തപ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇപ്പം എക്സർസൈസ് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ വെയിറ്റ് കൂടി, അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ നമ്മുടെ മസിൽസിലൊക്കെ ചെറിയ ചെറിയ ടൈനി ടിയേഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തന്നെ ഫീൽ ചെയ്യത്തില്ലേ, നമ്മൾ നല്ലപോലെ എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസിലൊക്കെ ഇങ്ങനെ ചതഞ്ഞ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പിറ്റേ ദിവസം രാവിലെയൊക്കെ എണീക്കുമ്പോഴത്തേനും നല്ല മസിൽ എന്താ പറയുക ചതഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു കാര്യമൊക്കെ അങ്ങനെ മസിൽസിൽ ചെറിയ ചെറിയ ക്ഷതങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അത് റിപ്പയർ ചെയ്യാനും ഒക്കെ കൂടെ വേണ്ടിയിട്ട് ബോഡി എന്താ പറയുന്നത് എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അത് മസിൽസ് ഗ്രോ ചെയ്യാനും അത് നല്ല മസിൽസൊക്കെ നല്ലതാവാനും നമ്മുടെ ശരീരത്തിനും മസിൽ ലോസ് ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സ്ട്രാ വാട്ടർ ബോഡി ആ ഒരു ടൈമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അത് പ്രത്യേകിച്ച് അങ്ങനെ ആരും എന്താ പറയുന്നത് ഞാൻ ഇത്രയും നാളും ഡയറ്റ് എന്താ പറയുന്നത് ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞു പെട്ടെന്ന് ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് കൂടിയെന്നൊന്നും വിചാരിക്കുന്നത് അതൊരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്. അതൊരു ഫാറ്റ് ആ ഒരു സംഭവമല്ല, വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്. അത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ ഇനിയും അടുത്തൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം ശരിയല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഉറക്കം എന്ന് പറയുമ്പോൾ ഉറക്കം ശരിയല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ കൂടും, അങ്ങനെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അപ്പം പുവർ സ്ലീപ്പ് നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ കൂട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് വെള്ളം വാട്ടർ റിറ്റൻഷൻ എന്ന് പറയുന്ന ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ശരീരത്തിൽ എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാം. പിന്നെ നമ്മുടെ വിശപ്പ് കൂടും, നമ്മുടെ മെറ്റബോളിസം ഒന്നും ശരിയാവത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പം തന്നെ നമ്മുടെ വെയിറ്റ് ഗെയിൻ നമുക്ക് ഉണ്ടാകാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാവരും കിടന്നുറങ്ങണം. എന്നോടും കൂടാണ് ഞാനീ പറയുന്നത്. ഞാൻ എപ്പോഴും ഇപ്പം കുറേയൊക്കെ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട്, എന്നാലും എനിക്ക് എപ്പോഴും ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള രീതിയിൽ ഉറങ്ങി കിട്ടാറില്ല. എപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിൽ ഉറങ്ങാൻ താമസിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ഉറങ്ങി വന്നിട്ട് ഇടയ്ക്ക് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പം കണ്ണു ഉറക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നേരത്തെ വെച്ച് എൻ്റെ ഉറക്കം കുറേയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഒരിടയ്ക്കെന്ന് പറയുന്നത് എൻ്റെ ഉറക്കം ഒട്ടും ശരിയാകത്തില്ലായിരുന്നു. എപ്പോഴും ഒരു എന്താ പറയുന്നത് ഉറങ്ങാൻ ഭയങ്കര ലേറ്റായി. ഞാൻ രാത്രി എത്ര നേരത്തെ ഇപ്പം കിടന്നാലും 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കിടക്കും, പക്ഷേ ഉറങ്ങാൻ ഭയങ്കര ലേറ്റാവും. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കല്ലെന്ന് വിചാരിച്ച് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഫോണിൽ നോക്കി പോകും, കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ ഇപ്പം അതിൽ നിന്നൊക്കെ കുറേയൊക്കെ വ്യത്യാസം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് എനിക്ക് ഉറങ്ങണം എന്നുള്ള രീതിയിൽ ആ ഒരു വാശിയിൽ ഞാൻ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പം നേരത്തെ ഉറങ്ങിയാലും എന്താ പറയുന്ന വൈകുന്നേരം നേരത്തെ എണീക്കും. മീൻസ് രാവിലെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പം കണ്ണു തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ടൊരു പിന്നൊരു ഉറക്കം കിട്ടത്തില്ല. അങ്ങനത്തെ ചില പരിപാടികൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇനി അത് വീണ്ടും എനിക്ക് എന്താ പറയുന്നത് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവരല്ല, എല്ലാവരും പ്രോപ്പറായിട്ടൊരു
7 hours 8 hours ഒക്കെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നവർ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് ഒരു 7 hours ഒക്കെ നല്ല ഒരു സ്ലീപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഞാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ്. ഒരു അടുപ്പിച്ച് 7-8 മണിക്കൂർ എനിക്കൊന്ന് ഉറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നവർ എന്താ പറയുന്നത് ഉറങ്ങുക, അത് നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ്, അങ്ങനെയുള്ള ടെമ്പററി വെയിറ്റ് ഗെയിനും പിന്നെ നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പും ആവശ്യമില്ലാത്ത വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. രാത്രി ഇങ്ങനെ ഉറങ്ങാൻ വൈകി കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാനതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു നല്ലപോലെ. പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ഇത്ര നാളായതുകൊണ്ട് ആ ഒരു രാത്രിയിൽ ഇപ്പോൾ ഉറങ്ങാൻ വൈകി കഴിഞ്ഞാലുള്ള ആ ഒരു വിശപ്പൊക്കെ ഞാൻ പിടിച്ച് ആ ഒരു കൺട്രോൾ എനിക്ക് വന്നു. ചിലർക്ക് അങ്ങനെയൊന്നും കാണത്തില്ല. രാത്രി ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വിശന്ന് എന്താ പറയുന്നത് പലതും എടുത്ത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്നത് വെയിറ്റ് ഗെയിനിലേക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ സ്ലീപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നോക്കിയപ്പം കണ്ടതാണ്, ഒരു രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടാൽ തന്നെ ഒരു 0.5 to 1 kilogram വരെ വെയിറ്റ് കൂടുമെന്നാണ് മീൻസ് ഞാൻ വായിച്ചത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ വായിച്ചതാണ്, ഒരു രാത്രിയിലത്തെ ഉറക്കം നഷ്ടപ്പെട്ടാൽ തന്നെ മീൻസ് ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ 0.5 to 1 kilogram വെയിറ്റ് വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങുക. അടുത്തത്, ഇതെനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു റീസണാണ്. നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടിക്കാണിക്കും. നിങ്ങൾ വെയിറ്റ് നോക്കുമ്പം കൂടിക്കാണിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും എന്താ പറയുന്നത് നിങ്ങളുടെ വേസ്റ്റ് കളഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ഗെയിൻ, ആ ഒരു എന്താ പറയുന്നത് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെയും കൂടെ ആഡ് ചെയ്തുള്ള വെയിറ്റ് ആയിരിക്കും വരുന്നത്. അത് ഇപ്പം 2-3 ദിവസം ഒന്നും നിങ്ങളുടെ എന്താ പറയുന്നത് ആ ഒരു 2-3 ദിവസം ഒന്നും വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു വെയിറ്റായിട്ട് അത് കാണപ്പെടും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താ പറയുന്നത് ആ കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരാതിരിക്കുക. കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് കളയാൻ ശ്രമിക്കുക. അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുക, അതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കുക. ഒത്തിരി നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ എന്താ പറയുന്നത് ഈ ഒരു വയറ്റിൽ നിന്ന് പോകലൊന്നും ശരിയാവത്തില്ല. അതിനൊപ്പം അതിനനുസരിച്ച് വെള്ളം കുടിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. ഹൈ ഫൈബർ ആയിട്ടുള്ള സംഭവം നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റൂളൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ എന്താ പറയുന്നത് വെള്ളവും കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യും. നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അതിന് നേരെ എതിരായിട്ടേ സംഭവിക്കത്തുള്ളൂ. നിങ്ങൾ കോൺസ്റ്റിപ്പേഷൻ കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഹൈ ഫൈബർ ഫുഡൊക്കെ കഴിക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ മാത്രമേ വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ എന്താ പറയുന്നത് സ്റ്റൂളൊക്കെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. അങ്ങനെ അത് കൃത്യമല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റും കൃത്യമായിരിക്കത്തില്ല, നിങ്ങൾക്ക് വെയിറ്റ് കൂടിയായിരിക്കും കാണിക്കുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ കാരണവും 0.5 to 1.5 kilogram വരെ വെയിറ്റ് കൂടി കാണാമെന്നാണ് പറയുന്നത്. ഇപ്പം വയറ്റിൽ നേരെ ചുവ പോയില്ലെങ്കിലും അത്രയും ഒരു വെയിറ്റ് നിങ്ങൾ വെയിറ്റ് നോക്കുമ്പം കാണാമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, നമ്മൾ പുവർ സ്ലീപ്പിൻ്റെ സമയത്ത് പറഞ്ഞില്ലേ എന്താ പറയുന്നത് സ്ട്രെസ് ഹോർമോൺ കൂടും. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കും, നിങ്ങൾക്ക് ഡൈജഷനൊന്നും പ്രോപ്പർ ആകത്തില്ല. അതേ സെയിം കാര്യമാണ് നിങ്ങൾക്ക് സ്ട്രെസ് കൂടിയാൽ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനുണ്ട്, നമ്മുടെ ഓരോരോ ഫാമിലി എന്താ പറയുന്നത് സാഹചര്യമൊക്കെ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് വന്നാലും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടും. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, സ്ട്രെസ്സ് കൂടുമ്പോൾ ഡൈജഷൻ എനിക്ക് പ്രോപ്പർ ആവാറില്ല. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു പ്രത്യേകിച്ച് എനിക്കത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഞാനിങ്ങനെ
എന്താ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ സ്ട്രെസ് ഉള്ള സമയത്ത് പ്രത്യേകിച്ചൊന്നും അങ്ങനെ നമുക്ക് ഒരു കാര്യം ആ ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. മീൻസ് ഡൈജഷൻ പ്രശ്നവും തോന്നത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നത്തില്ല. നമുക്ക് എന്താ പറയുന്നത് ഒന്നും പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിലുള്ള ഒരു കാര്യവും അങ്ങനെ ശ്രദ്ധിക്കാത്തതാണോ അതോ അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നു ഇപ്പോൾ 2-3 ദിവസത്തെ മീൻസ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പം ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെയുള്ള എൻ്റെ ശരീരത്തിൽ ഡൈജഷൻ പ്രോബ്ലം അങ്ങനെയൊന്നും തോന്നത്തില്ല. പക്ഷെ ആ സ്ട്രെസ്സൊക്കെ തീർന്നു. അതിൽ നിന്നൊക്കെ തീർന്ന് നമ്മളൊരു ബാക്ക് ടു ഒരു നോർമൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ എത്തിക്കഴിയുമ്പോഴാണ് എനിക്ക് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഹെൽത്ത് വൈസ് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോഴാണ്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ആ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പം എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി സെറ്റായി കഴിയുമ്പോഴത്തേനും എനിക്ക് ഇൻഡൈജഷൻ പോലുള്ള കാര്യങ്ങളുണ്ടാവും, ബ്ലോട്ടിങ് ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും അതൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ, എൻ്റെ സ്ട്രെസ്സൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിലും ഈ പറഞ്ഞ പോലെ വാട്ടർ റിറ്റൻഷൻ എന്ന് പറയുന്ന സംഭവം, ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ സ്ട്രെസ്സ് വരുമ്പോൾ എനിക്ക് മെയിനായിട്ടും അതാണ്. സ്ട്രെസ്സ് വരുമ്പം ഞാൻ കൂടുതലും ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു സംഭവം എനിക്ക് കൂടുതലാണ്. എനിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വായിക്ക് രുചിയായിട്ട് നല്ലപോലെ കഴിക്കണം ആ സമയത്ത്. അങ്ങനെ എൻ്റെ വെയിറ്റ് കൂടിയ പല അവസ്ഥകളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പക്ഷെ കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒരു ശരീരപ്രകൃതി എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് അങ്ങനെ പോകണ്ടെന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അത്രയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ വലിച്ചു വാരി കഴിക്കുക എന്നുള്ള ഇതില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നേരത്തെ എനിക്ക് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എനിക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ഒരു ഹൈ ഷുഗറി ആയിട്ടുള്ള സംഭവം വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ എനിക്കൊരു ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാശ്വാസം കിട്ടും. വയറ് നിറയെ എനിക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചങ്ങ് തീർത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ എനിക്കൊരു എന്താ പറയുന്ന ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. ഇപ്പം പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തിന്ന് കഴിയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനക്കേടും കൂടെ ഉണ്ടാവും. ഞാൻ ഒന്നാമതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ പറയുന്നത് ഇത് തിന്നുകയും ചെയ്തു. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റും കൂടും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനത് കഴിക്കാൻ പൊതുവെ ഞാനിപ്പം അത്രയും ഞാൻ കഴിക്കാൻ താല്പര്യപ്പെടത്തില്ല. ഞാനത് അല്ലാതെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ള ഒത്തിരി പേരെ എനിക്കറിയാം. എൻ്റെ ഹസ്ബൻഡ് ശ്രീഹരി എല്ലാം അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നൊരു എന്താ പറയുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മുടെ ആ ഒരു സ്ട്രെസ് ഹോർമോൺ കാരണമാണ് നമുക്കിങ്ങനെയുള്ള ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ആ ഒരു ടൈമിൽ ചിലപ്പം നമുക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതങ്ങ് ആ ഒരു വഴിക്ക് അങ്ങ് വിടുക. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിക്കുക. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാം ഓക്കെ ആയി കഴിയുമ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയും അവർ കടന്നു പോകുന്ന സാഹചര്യവും എല്ലാം കൂടി ഇരിക്കും അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ അത് കഴിഞ്ഞ് കണ്ടെത്തുക. ചെയ്യാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. ചിലപ്പം എന്നെക്കൊണ്ട് ഇപ്പം പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ ചിന്തിക്കും. കാരണം എനിക്ക് വീണ്ടും ഒരു വെയിറ്റ് ഗെയിനിലേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം അതൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അധികം വലിയൊരു ഒരു സ്ട്രെസ് ഈറ്റിങ്ങിലേക്ക് ഞാൻ പോകത്തില്ല. അപ്പോൾ അതാണ് ഒരു കാരണം. നമ്മുടെ സ്ട്രെസ്സ് ഒരു വലിയ ഘടകമാണ്. ഇപ്പം ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ നമുക്ക് സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മളിപ്പം
ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ചെയ്തില്ലേലും, അതായത് നമ്മൾ ഒന്നും കഴിച്ചില്ലേലും നമ്മുടെ വെയിറ്റ് കൂടാമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വാട്ടർ റിട്ടൻഷനൊക്കെ കാരണം നമ്മുടെ ബോഡി കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യും. ഇങ്ങനെ കോർട്ടിസോൾ കൂടുന്നത് കൊണ്ട് അങ്ങനെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. ഇപ്പം കഴിക്കണമെന്ന് തന്നെ ഇല്ല, അതൊക്കെ ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്. അതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. ഈ സ്ട്രെസ്സൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷെ ആ സമയത്ത് കഴിക്കുന്നത് ചിലപ്പം വെയിറ്റിലേക്ക്, അതല്ലാതെ ഈ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിനിലേക്ക് അല്ലാതെ മാറാൻ ചാൻസ് ഉണ്ട്. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിനിലേക്ക് അത് കഴിഞ്ഞ് കഴിക്കുന്നത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഒരു സാഹചര്യം ഒക്കെ വെച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്, സ്ഥിരമായി നിങ്ങൾക്ക് ആ ഒരു പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ഈറ്റിംഗ് പാറ്റേൺ എന്താ പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് കാർബ് കൂടുതൽ കഴിക്കേണ്ടി വരും. കൂട്ടത്തിലുള്ളത് മീൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും കിട്ടുന്നില്ലെങ്കിൽ കാർബ് നിങ്ങൾക്ക് കൂടുതൽ കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ പറഞ്ഞ പോലെ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. പ്രത്യേകിച്ച് കാർബ് കൂടുതൽ കഴിക്കുമ്പം കൂടുതൽ വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു ബോഡിയിൽ എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യുമെന്നാണ് പറയുന്നത്, ഒത്തിരി കാർബ് കഴിച്ചു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, മീൻസ് ഫോളോ ചെയ്യാൻ സാഹചര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതല്ലാതെ ഇപ്പം നിങ്ങളുടെ സാഹചര്യം വെച്ച് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണ്ട ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു ഹൈ കാർബ് മീലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് വരുമ്പോൾ അതങ്ങ് മാറിക്കോളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നല്ലപോലെ കുടിക്കുന്ന കാര്യം. വെള്ളം നിങ്ങൾ കുറവാണ് കുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. കാരണം വെള്ളം നിങ്ങൾ കുടിക്കുന്ന കുറവായി കഴിഞ്ഞാൽ ബോഡി തിങ്ക് ചെയ്യുന്നത് നിങ്ങളൊരു ഡീഹൈഡ്രേഷനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യും. ഈ പറഞ്ഞ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാം ഈ വെള്ളം കുറവാണ് കുടിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ ഓവർ ഹൈഡ്രേറ്റഡ് ആവല്. അങ്ങനെ ഒരു കാര്യം ഇപ്പം കേൾക്കുന്നുണ്ട്, ആവശ്യമില്ലാതെ ഒത്തിരി വെള്ളം കുടിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ നിൽക്കുന്ന സാഹചര്യവും നിങ്ങളുടെ കാലാവസ്ഥയും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ വെച്ചുള്ള കാലാവസ്ഥയൊക്കെ വെച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക. ഞാനിപ്പം ബാംഗ്ലൂരാണ്. അപ്പം അത്രയും ഒരു നാട്ടിൽ പോകുമ്പം, ഞങ്ങളിപ്പം ഈയിടെ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കണം, നമുക്ക് ദാഹിക്കുകയും ചെയ്യും. ആ ദാഹിക്കുന്നതിനോടനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ യൂറിനൊക്കെ നല്ല രീതിയിൽ പാസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കുറച്ച് കുറഞ്ഞു തണുപ്പ്. ഇപ്പം അത്രയും നാട്ടിൽ കുടിക്കുന്ന അത്രയും വെള്ളം കുടിക്കേണ്ട, ഒരു മിനിമം രീതിയിൽ കുടിക്കണം. അതല്ലാതെ ഭയങ്കരമായ ഒരു വെള്ളം ഓവർ ഹൈഡ്രേറ്റ് ആവേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട വെള്ളം അത് നമുക്ക് മനസ്സിലാകും. എനിക്കിപ്പം മനസ്സിലാകും ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ എനിക്ക് എന്തുമാത്രം വെള്ളം കുടിക്കണമെന്നുള്ളത്. നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വെള്ളം നല്ലപോലെ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ക്ഷീണവും, പിന്നെ അത് മാത്രമല്ല എനിക്ക് മെയിനായിട്ടും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ആ ഒരു സിഗ്നൽ കിട്ടും, വെള്ളം കുടിക്കുന്നത് ശരിയല്ല, വെള്ളം കുടിക്കുന്നത് കൂട്ടണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുന്നത് കൂട്ടാറുണ്ട്. ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരുമ്പം ഓവറായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ച് വെള്ളം കുടിക്കുക. എപ്പോഴും ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ, എന്നുവെച്ചാൽ രാത്രിയിലത്തേക്ക് നിങ്ങളുടെ വെള്ളം കൂടി ഒഴിവാക്കുക. വൈകുന്നേരത്തിന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ തീർക്കുക. രാത്രിയിൽ അങ്ങനെ ഒത്തിരി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഉറക്കത്തിനൊക്കെ അത് പാടാണ്. ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോയി മൂത്രമൊഴിക്കാനൊക്കെ പോയി എൻ്റെ ഉറക്കം ആകെ പടക്കുളവും. അതുകൊണ്ട് എപ്പോഴും ഒരു വൈകുന്നേരത്തേക്ക് മുമ്പ് നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് സെറ്റായി അന്നത്തെ ദിവസത്തെ അങ്ങ് റെഡിയാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
എന്താ പറയുന്നത് നോർമൽ ഒരു ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കുക, ഓവർ ഹൈഡ്രേറ്റഡ് ആവാതിരിക്കുക. കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് വേണ്ട വെള്ളം നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ചുള്ള കാലാവസ്ഥയും ക്ലൈമറ്റും ഒക്കെ അനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ യൂറിനൊക്കെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു എന്താ പറയുന്നത് ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ കൊണ്ടുള്ള വെയിറ്റ് ഗെയിൻ ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായാലും അത് ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്. അത് വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കുടിച്ചു കഴിയുമ്പോൾ അതങ്ങ് മാറും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ജേർണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ടെമ്പററി ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ മൂന്നാമത്തെ മീൽ നിങ്ങളിപ്പോൾ ഒന്ന് ഹെവി ആയിട്ട് കഴിച്ചെന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോയി, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ഫംഗ്ഷൻ, ഒരു റിസപ്ഷനൊക്കെ പോയിട്ട് നിങ്ങൾ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ തന്നെയാണ് കഴിച്ചത്. ഈറ്റിംഗ് വിൻഡോയിൽ തന്നെ നിങ്ങളുടെ ഡിന്നർ എടുത്തു എന്ന് വിചാരിച്ചോ, ഒരു ഹെവി മീൽ എടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു ഡിന്നറിൽ ഹെവി മീൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പം അത്രയും നാളും നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു ഡിന്നർ നിങ്ങൾ ഹെവി ആക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ വെയിറ്റിന് വലിയ മാറ്റമൊന്നും വരാതെ കൂടാൻ ചാൻസ് നല്ലപോലെ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെപ്പോഴും ഡിന്നർ മൂന്നാമത്തെ നിങ്ങളുടെ മീല്, പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ, വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മൂന്നാമത്തെ മീൽ എപ്പോഴും ലൈറ്റ് ആക്കണം. ഞാൻ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ മീൽ ലൈറ്റ് ആക്കാനെന്നും പറഞ്ഞുകൊണ്ട്. മൂന്നാമത്തെ ആ ഒരു ഡിന്നറാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മീലെന്ന് പറയുന്നത് ഡിന്നറാണ്. ഡിന്നർ ലൈറ്റ് ആക്കിയാൽ ഉറപ്പായിട്ടും ഒരു വെയിറ്റ് ലോസിലേക്ക് പോകും. ആ ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ എപ്പോഴും നല്ല ഒരു മീൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കഴിക്കേണ്ട ലഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റും ഒരു മീഡിയം രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് നല്ല രീതിയിൽ കഴിച്ചിട്ട് ഡിന്നർ ലൈറ്റ് ആക്കുക. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഡിന്നർ ഒന്ന് ശ്രദ്ധിക്കുക, ഡിന്നർ ലൈറ്റ് ആക്കാൻ എപ്പോഴും ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നവർക്ക് വെയിറ്റ് ഗെയിൻ, ടെമ്പററി ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം അതൊക്കെ ഈ ഒരു ടെമ്പററി വെയിറ്റ് ഗെയിൻ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ റീസൺസ് ഒക്കെ വെച്ചുള്ള ടെമ്പററി ആ ഒരു വെയിറ്റ് ഗെയിൻ ഒക്കെ ടെമ്പററി ആണ്. അത് ഫാറ്റ് അല്ല, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ. ഓരോരോ ചേഞ്ചസ് ഉണ്ട്, നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ആ ഒരു നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്. അതൊരു 2 to 3 days ഒക്കെ കഴിയുമ്പോൾ അത് മാറും. അതൊരു വെയിറ്റ് ഗെയിനിലേക്ക്, അങ്ങനെ വരുന്ന വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. അതല്ലാതെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഇല്ലേ, അതായത് നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ലപോലെ അങ്ങ് കഴിക്കുകയാണ്, ഡയറ്റൊക്കെ വിട്ടങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പെർമനൻറ്റ് വെയിറ്റ് ഗെയിനിലേക്കാണ് പോകുന്നത്. അതല്ലാതെ ഇപ്പോൾ നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു, ഒരാഴ്ച നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. ആ ടൈമിൽ നിങ്ങൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ വെയിറ്റ് കൂടി കണ്ടു കഴിഞ്ഞാൽ അത് മാറുന്ന വെയിറ്റ് ആണ്. അതൊരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണ്, ആ സ്ട്രെസ് കൊണ്ടുണ്ടായ വെയിറ്റ് ഗെയിൻ ആണ്, അതങ്ങ് മാറും. അപ്പോൾ ഈ ടെമ്പററി വെയിറ്റ് ഗെയിൻ എപ്പോഴും ഒരു 2 കിലോ വരെയൊക്കെ മാക്സിമം ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാതെ ഒത്തിരി ഒന്നും കൂടത്തില്ല. ഒരു 1/2 കിലോ തൊട്ട് ഒരു 2 കിലോ ഒക്കെ വരെയൊക്കെ അത് കൂടി കാണത്തുള്ളൂ. ഒത്തിരി ഒന്നും അങ്ങനെയുള്ള ടെമ്പററി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാലും ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഇങ്ങനെ എന്തെങ്കിലും കറക്റ്റായിട്ട് ഡയറ്റ് എടുത്തു, എൻ്റെ വെയിറ്റ് കൂടി എന്ന് വെച്ച് വെയിറ്റ് നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ടാണ് ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ 2-3 ദിവസത്തേക്ക് നിങ്ങളുടെ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞ് 4ാമത്തെ ദിവസം നിങ്ങൾ ഡയറ്റ് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അങ്ങനെ നിർത്തല്ലേ. അത് ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടായിരിക്കും നിങ്ങളുടെ വെയിറ്റ് കൂടുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ അതങ്ങ് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.